അസ്സലാമു അലൈക്കും. നമ്മൾ ഈ ബദർ ദിനം അനുസ്മരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ അനുസ്മരിക്കേണ്ട ഒരു വിഷയമാണ് സയ്യിദന സുൽത്താൻ ഖദീറുള്ളാഹിയുടെ ജന്മദിനവും. അവരുടെ ജന്മദിനവും ഈ ബദർ ദിനത്തിനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അവരെ ഒരു അനുസ്മരണം സംസാരിക്കാം. നമ്മൾ വെച്ചാൽ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ അനുസ്മരിക്കപ്പെടേണ്ടതെന്നുള്ളത് സവിശേഷമായ ഒരു പ്രത്യേകത ഉണ്ട്. ഒന്നാമത് സുൽത്താൻ ഖദീറുല്ലാഹി സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ മഹാനവറുകൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനെയും സാഹചര്യത്തിൻ്റെയും ഈ മണ്ണിനെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട എല്ലാ ഇവിടുത്തെ സൃഷ്ടിജാലങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഒരു രഹസ്യമായി പൊതുജനങ്ങൾക്കിടയിൽ ഒരു രഹസ്യമായി നിൽക്കുന്നത് കൊണ്ടും പരസ്യപ്പെടാത്തത് കൊണ്ടും ഒരു പക്ഷേ നമുക്കതിനെ അത് പലതരത്തിലുള്ള മറകൾക്കകത്താണ് ഈ വിഷയങ്ങൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി സ്മരിക്കുകയും അത് നമ്മൾ ആ സ്മരണ നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബദർ ദിനത്തിൻ്റെ ദിവസം മഹാനവറുകൾ ജീവിതകാലത്ത് വളരെ വലിയ രീതിയിൽ അന്നത്തെ പ്രത്യേകമായ ദാനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ചെയ്തു വന്നിരുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് മൗലിദ് സദസ്സുകൾ, ബദറുമായി ബന്ധപ്പെട്ട വളരെ പ്രത്യേകമായ പരിപാടികൾ തന്നെ അവിടുത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പക്ഷേ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ ദൗത്യം പൂർത്തിയാക്കി വിടവാങ്ങിയ ഒരവസ്ഥയല്ല. അവരുടെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൗത്യത്തിൻ്റെ തുടർച്ച നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിൽ ജനങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയും ചെയ്യുന്നു. പരിശുദ്ധമാക്കപ്പെട്ട കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമയുടെ ഒരു സാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ആന്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്കാണ് മഹാനവറുകൾ വിളിച്ചത്. അതോടൊപ്പം അതിൻ്റെ ജ്ഞാനമണ്ഡലങ്ങളിലേക്ക്. അപ്പം ജ്ഞാനങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പണ്ഡിതന്മാരുടെ രീതികൾക്കോ മതപണ്ഡിത്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ വരുന്ന അറിവുകൾക്കോ വഴങ്ങുന്ന ഒരു വിഷയമല്ലത്. അത് ആന്തരാർത്ഥങ്ങളെ ഖുർആനിൻ്റെയും അതുപോലെ വിജ്ഞാനങ്ങളുടെ ഒക്കെ ആന്തരാർത്ഥങ്ങൾ തേടിയുള്ളൊരു യാത്രയും അതിൽ നിന്നുണ്ടാകുന്ന അവതരണങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് പൊതു സമൂഹത്തിലും പൊതുമണ്ഡലത്തിലും സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സാധാരണഗതിയിലുള്ള മുസ്ലിയാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും രീതികൾക്ക് വഴങ്ങുന്നൊന്നല്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ പല സ്ഥലത്തും പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാകും. അപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള കലിമയുടെ സാക്ഷിത്വവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു സിൽസില, എന്തൊരു വിഷയവും മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഒരു സനദ് അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കടന്നു വരുന്ന ഒരു സനദ് അടിസ്ഥാനത്തിൽ നമ്മളെ സാക്ഷിത്വത്തിൻ്റെ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര കേരളത്തിൽ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നൊരു കാര്യമല്ല. മാത്രമല്ല വളരെ മറ്റ് സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഉള്ള സമൂഹങ്ങളെക്കാളും കേരളത്തിലെ സമൂഹം സംഘടനാധിഷ്ഠിതമായി ചിന്തിക്കുന്നവരും സംഘടനാധിഷ്ഠിതമായ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ബോധങ്ങളിലൊക്കെ വരുന്നവരാണ്. അപ്പം അത് പൊതുവിൽ ജനങ്ങൾക്കിടയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അറിവിൻ്റെ ഒരു പരിമിതികളുണ്ട്. അത് കാരണം ഒരു മശായിഖന്മാരിൽ നിന്നും ഒരു ആരിഫിൽ നിന്നും കിട്ടേണ്ട അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടാവുന്ന ഒരു അറിവല്ല. അപ്പോൾ ഗ്രന്ഥങ്ങളിൽ കിട്ടുന്ന അറിവിൻ്റെ ആന്തരാർത്ഥങ്ങളാണ് അവർ നമുക്ക് തരിക. പക്ഷെ അത് തരാൻ അവർ യോഗ്യരായ ആളുകൾ ആ യോഗ്യതയിലേക്ക് എത്തുന്ന ആളുകളെയാണ് അവർ തേടിക്കൊണ്ടിരിക്കുക. ഈ യോഗ്യതക്കുള്ള തേട്ടത്തിൻ്റെ അടുക്ക് പലതരത്തിലുള്ള സംഘർഷങ്ങൾ, ആഭ്യന്തരമായ സംഘർഷങ്ങൾ ഉടലെടുക്കും. ആ സംഘർഷങ്ങളാണ് ഇപ്പോൾ പലപ്പോഴും ശൈഖ് അവറുകളെ അധിക്ഷേപിക്കുന്നതിൽ തരത്തിലേക്കും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെയുള്ള സംഘടനകൾ എത്തിച്ചിട്ടുള്ളത്. അപ്പം ശൈഖ് അവറുകളുടെ ഏറ്റവും വലിയ നമ്മൾ ഒരാളുടെ വിഷയത്തിൽ ആ ആളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്തായിരുന്നു എയിം, ജീവിത ലക്ഷ്യം എന്തായിരുന്നു, അതിലേക്കാരും നോക്കും. കാരണം ശൈഖ് അവറുകൾ ജനിക്കുന്ന ഈ സമയത്തിനെ കുറിച്ച് തന്നെ അന്നത്തെ നമ്മുടെ ചരിത്ര വിഷയങ്ങളിലൊക്കെ പറയപ്പെടുന്നൊരു കാര്യം,
അവരിന്ന് പ്രസവ സമയം ആ സമയത്തേക്ക് പ്രസവത്തിൻ്റെ സമയമായിട്ടും പുറത്തു വരാത്തൊരവസ്ഥകൾ നിൽക്കുമ്പോൾ ആ ഒരു സമയത്തെക്കുറിച്ച് തന്നെ പറയപ്പെടുന്നത് അന്ന് ഒരു ആരിഫിൻ്റെ അടുത്തേക്ക് ആ വിഷയമായിട്ട് ഒരു അന്നത്തെ സാഹചര്യങ്ങൾ 60കളിലും മറ്റൊക്കെ ഉള്ളതല്ലേ. അപ്പം അന്നത്തെ ഒരു സാഹചര്യം വെച്ച് ഹോസ്പിറ്റൽ രീതികളിലുള്ള പ്രസവവും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ സാധാരണഗതിയിലുള്ള തങ്ങന്മാരും മറ്റ് സയ്യിദന്മാരൊക്കെ കാണാൻ പോകും. അപ്പം അങ്ങനെ പോയി പറഞ്ഞ സമയത്തും പറഞ്ഞ കുട്ടി ഒരു മാതാവിൻ്റെ വയറ്റിൽ നിന്നും അള്ളാഹുവുമായിട്ടുള്ള ഇതിലാണ്. അപ്പോൾ കാരണം വിഷയം എന്താണ്, ആ അവിടെ ഒരു രംഗത്ത് വരുന്ന ആ ഒരു വിഷയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പുറത്ത് വരുന്ന ഒരു ആത്മാവ്, അത് അത്യുന്നതമായ ആത്മാക്കളിൽപ്പെട്ട ഒരു ആത്മാവാണ്, ഈ ഒരു റൂഹാണ് ഈ ഒരു രഹസ്യത്തിലൂടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് നമ്മളാ പറയുന്നത്. കാരണം ഈ നമ്മുടെ ഈ ഭൗതിക ലോകത്തേക്ക് വരുന്ന ആത്മാക്കളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഉന്നതാത്മാക്കളിൽ പെട്ടതും ഉണ്ടാവും, താഴ്ന്ന ആത്മാക്കൾക്ക്. അപ്പോൾ ഉന്നതാത്മാക്കളിൽപ്പെട്ട അവസ്ഥകളിൽ അള്ളാഹുവുമായിട്ട് കരാറ് ചെയ്യുക. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ കരാറുകൾ നടന്നിട്ടുണ്ടല്ലോ ആത്മാക്കൾക്ക്. അപ്പോൾ ഈ ആത്മാക്കളുടെ കരാറുകളുടെ അത്യുന്നതമായ സ്ഥാനങ്ങളുണ്ടാവും. ആ സ്ഥാനക്കധികാർ ആയ ആളുകൾ വരുമ്പം അതിൻ്റെതായ പ്രത്യേകതകളുണ്ടാവും. അപ്പം എൻ്റെ കൈ പിടിക്കുന്നവരാരും നരകത്തിലേക്ക് പോവില്ല എന്ന് ശപഥം ഒരു വാങ്ങിയിട്ടേ ഞാൻ വരുള്ളൂ എന്നുള്ളൊരു നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണാൻ സാധിക്കും. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ കാലഘട്ടത്തിലുമുള്ള ദൗത്യങ്ങളുമായിട്ടാണ് പല ആളുകളും പല സമയങ്ങളിലും വന്നു പോയിട്ട്. ഇത് നമുക്ക് നമ്മളുടെ സാമാന്യമായ അർത്ഥത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളോ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും എല്ലാ കാലഘട്ടങ്ങളിലും വന്ന പ്രവാചകന്മാർക്കും ഭയങ്കര അതിശക്തമായ വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഇത്രയും വലിയ അത്ഭുതങ്ങൾ സംഗതിച്ച നൂഹ് നബി അലൈഹി ഇസ്ലാമിന് പോലും 950 വർഷം പ്രബോധനം ചെയ്തിട്ട് ആകെ കിട്ടിയത് 73 ആളാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. അപ്പം അത്രയും വലിയൊരു വിഷയമാണ് നടന്നിട്ടുള്ളത്. അപ്പം ഓരോ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർക്ക് വളരെ തുച്ഛം ആൾക്കാരൊക്കെ തന്നെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവർ നടത്തിയ ദൗത്യം എന്തായിരുന്നു? ഇത് ഷെയ്ഖുനായെ കുറിച്ചുള്ള ദൗത്യം, ഷെയ്ഖ് സുൽത്താൻ ഖദീറുള്ള അവിടുന്ന് നിർവഹിച്ച ദൗത്യത്തെക്കുറിച്ച് മിനിമം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതും ആ എന്താണ് സമൂഹത്തിൽ പ്രത്യേകമായി ചെയ്തതെന്ന് അന്വേഷിച്ച് ആർക്കും അറിയാവുന്നതാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്നുള്ളതിൻ്റെ കലിമയുടെ സാക്ഷ്യത്വം ഒരു സനദ് വഴിക്ക് നിർവഹിച്ചിരുന്നു. അത് ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു അതിൻ്റെ പിന്നിലുള്ള ജ്ഞാനത്തെക്കുറിച്ചും ആ മാരിഫത്തിൻ്റെ ദറജാത്തുകൾ നൽകിയതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കണ്ടേ. പക്ഷെ ഇവിടെ നിർവഹിച്ച് ഇവിടെ എല്ലാവർക്കും തെളിവുള്ളൊരു കാര്യം എന്താണ്, ഈ ഒരു ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഈ ദൗത്യത്തിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഒരാൾ ഒരു വട്ടം പറഞ്ഞാൽ ദഖലൽ ജന്ന ബിലാ ഹിസാബ് എന്ന ഒരു വിചാരണ നാളത്തെ ലോകത്തെ വിചാരണ പോലും ഇല്ലാതെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അപ്പൊ ഇത്ര കോടാനക്കോടി പ്രാവശ്യം ജനങ്ങളെ കൊണ്ട് സദാസമയത്തും അവർക്ക് എങ്ങനെ ദിക്റ് ആ അള്ളാഹുവിൻ്റെ സ്മരണയിലാവണം, ഈ കെലിമയിലാവണം എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. ആ കെലിമയുടെ സാക്ഷിത്വത്തിലാവണം എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ പഠിപ്പിച്ച ഒരാളെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കൊണ്ടുവരും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഏത് കാലഘട്ടത്തിൽ നിന്നാണെങ്കിലും ഇവിടെ കൊണ്ടുവരും. ഇങ്ങനെ ഒരാളെ ആർക്കാണ് നമുക്ക് ഇവിടെ മുന്നോട്ട് വെക്കാനുള്ളത്? നിങ്ങൾ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ദർഗകളും ഏറ്റവും വലിയ മക്കാമുകളും ഒക്കെ എടുത്തോളൂ. ചരിത്രം കൊണ്ട് ചരിത്രം ഇപ്പം അവരിവിടെ ഒരു ചരിത്രമാണല്ലോ ഇങ്ങനെ ഒരു ദൗത്യം. കാരണം കെലിമയെ സംബന്ധിച്ചിടത്തോളം ആ കെലിമൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നിങ്ങൾ സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്നോ ഏത് കാര്യം ചൊല്ലിയിട്ടും കാര്യമില്ല. ഒരാൾ എല്ലാ ദോഷങ്ങളും ഏറ്റവും കൊടിയ പാപങ്ങൾ ചെയ്ത ആൾക്കാരാണെങ്കിൽ അത് മുഴുവൻ ക്ലീനായി പോകുന്ന ഒരു വിഷയമാണ് കെലിമയുടെ സാക്ഷിത്വം വഹിക്കുക എന്ന് പറയുന്നത്. ഈ കെലിമയുടെ സാക്ഷിത്വം സദാസമയം കൊണ്ടു നടക്കുക എന്നുള്ളൊരു ദൗത്യം നിർവഹിച്ച ഏതെങ്കിലും ഒരു ഔലിയനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂഫിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാനെ കേരളത്തിൽ മൊത്തത്തിൽ എടുത്തിട്ട് നിങ്ങൾ പറയും. പലതരത്തിലുള്ള ദിക്റുകൾ, പലതരത്തിലുള്ള ത്വരീക്കത്തുകൾ, പലതരത്തിലുള്ള പിന്നെ ഇതൊക്കെ പ്രചരിപ്പിച്ച ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ നടത്തിയ ആൾക്കാരുണ്ട്. അത്ഭുതങ്ങൾ കൊണ്ട് കേരളത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ആൾക്കാരുണ്ട്. ഈ അതേമാതിരി ഖുർആനിൻ്റെയോ മറ്റ് റിയാദകൾ ബദറിൻ്റെയോ മറ്റൊക്കെ റിയാദകൾ വീടിയ അങ്ങനത്തെ പലതരത്തിലുള്ള ഔലിയാക്കന്മാർ കേരളത്തിലുണ്ട്. അവരൊക്കെ ശക്തികളൊക്കെ നമ്മൾ പറഞ്ഞു.
പക്ഷേ കെലിമ എന്നുള്ള ആ വിഷയത്തെ സദാസമയം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദൗത്യം നിർവഹിച്ചു പോയ ഇത്തരത്തിലുള്ള മഹത്തുക്കൾ, അതും അതിനെ എതിർത്തും അതിനോട് ഏറ്റുമുട്ടാനും വന്ന ആളുകളെ അത് കൃത്യമായി അതിനെ എതിർത്തുകയും ചെറുക്കുകയും ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്തി ഈ സത്യത്തെ സ്ഥാപിച്ചുകൊണ്ടാണ് ഷെയ്ഖുന ഇതോട്. കാരണം പക്ഷേ ഇതൊരു ലോകത്ത് മൊത്തം ഭൂരിപക്ഷം ആൾക്കാരും അതിലേക്ക് വരും എന്നൊന്നും നമുക്ക് ഈ ദൗത്യം ചെയ്യുമ്പോഴേ ആർക്കും ഇതില്ല. കാരണം ഈ വിഷയം വളരെ ഖലീലും ബിൻ ഇബാദി ഷക്കൂർ, എൻ്റെ അടിമകളിൽ ഷക്കൂർ എന്ന് പറയുന്ന അവസ്ഥകളിൽ വളരെ തുച്ഛമായിരിക്കും. പക്ഷേ ഈ ദൗത്യം നിർവഹിച്ചോ എന്നുള്ളതാണ്. ആ ദൗത്യം പൂർത്തീകരിച്ചു, നിർവഹിച്ചു. അത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവം മശായിഖന്മാർക്കും അപൂർവം മഹാന്മാർക്കും മാത്രം കഴിഞ്ഞ ഒരു വിഷയമാണ്. പക്ഷേ അതിനെ തന്നെ സുൽത്താനിയത്ത് എന്ന ഏറ്റവും വലിയ ഒരു ഉന്നതമാക്കപ്പെട്ട ദറജ, ഇത് ആ പദവിയിൽ നിന്നുകൊണ്ടാണ് നിർവഹിച്ചത്. മറ്റ് കുതുബുസ്സമാൻ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ കാലഘട്ടത്തിൻ്റെ കുതുബ് എന്നതൊക്കെ പറഞ്ഞാൽ ചെറിയ ഇതാണ്. അതിനേക്കാളൊക്കെ മേലെ അത്യുന്നതമാക്കപ്പെട്ട സുൽത്താനിയത്ത് എന്നുള്ള അവസ്ഥയിലാണ് ഷെയ്ഖുന അറിയപ്പെടുകയും ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മഹാനവരുടെ ആ ദൗത്യം ലോകത്ത് കൂടുതൽ കരുത്തോടുകൂടി ഇനിയും നിർവഹിക്കപ്പെടുന്ന അവസ്ഥകളിലേക്ക് ബദർ ദിനത്തിൻ്റെ ഈ അവിടുത്തെ ജന്മദിനത്തിൻ്റെ സന്ദേശം കൊണ്ട് നമുക്ക് എത്തിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്.